എല്ലാവർക്കും ഓട്ടോമേഷൻ എഞ്ചിൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന കീവേഡിൻ്റെ ക്രിയേറ്റയിലെ പ്രാക്ടിക്കൽ യൂസേജ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചർ ഫയൽ നോക്കിയാൽ 5 സെനേരിയസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 സെനേരിയസിലും URL അഥവാ എൻ പോയിന്റ് മെൻഷൻ ചെയ്താക്കുന്നതിനായി കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് സെനേരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4th ലൈനിലും, സെക്കൻഡ് സെനേരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 11th ലൈനിലും, തേർഡ് സെനേരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 30th ലൈനിലും, ഫോർത്ത് സെനേരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 51st ലൈനിലും, ലാസ്റ്റ് സെനേരിയയിൽ 72nd ലൈനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റെപ്പറ്റീഷനാണ്. ഈ റെപ്പറ്റീഷൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കീവേഡിൻ്റെ പ്രാക്ടിക്കൽ യൂസേജ് എന്താണെന്ന് ക്രിയേറ്റയിലെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ക്രിയേറ്റയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ. സ്ക്രിപ്റ്റ് സ്ട്രക്ചർ എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കീവേഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സെക്ഷൻ. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ദിസ് സെക്ഷൻ ഈസ് ഓപ്ഷണൽ. ഇതൊരു ഓപ്ഷണൽ സെക്ഷനാണ്. എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, ഒരു കോളം കൊടുക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് ഹിയർ ആർ എക്സിക്യൂട്ടഡ് ബിഫോർ ഈച്ച് സെനേരി ഇൻ ദിസ് ഫയൽ. അതായത് ഓരോ സെനേരിക്ക് മുമ്പ് ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സെക്ഷൻ അണ്ടർ എഴുതിയേക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവും. പിന്നെ പറഞ്ഞിരിക്കുന്നത് വേരിയബിൾസ് ഡിഫൈൻ ഹിയർ വിൽ ബി ഗ്ലോബൽ ടു ഓൾ സെനേരിയസ്. നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു വേരിയബിൾ ഈ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ സെനേരിയസിനും യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ഗ്ലോബൽ വേരിയബിളായിട്ട് മാറും. പിന്നെ എല്ലാ സെനേരിയകൾക്കും മുമ്പ് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ എഴുതിയാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അണ്ടർ എഴുതിയാക്കുന്ന കാര്യങ്ങൾ റീഇനിഷ്യലൈസ് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കീവേഡ് ഈ ഫീച്ചർ ഫയലിനകത്തൊക്കെ ആഡ് ചെയ്യാം. കൺട്രോൾ സ്പേസ് BA എന്ന് അടിച്ച ശേഷം കൺട്രോൾ സ്പേസ് കൊടുക്കുമ്പോൾ സജഷൻ ഓട്ടോമാറ്റിക്കലി കുക്കുംബർ എക്ലിപ്സ് പ്ലഗിൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കും. അപ്പോൾ ഇതിനൊരു ചെറിയ പ്രീ റിക്വസൈറ്റ്സ് ആണല്ലോ ഇത്. അപ്പോൾ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫോ കൊടുക്കാം. എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് എഴുതിയേക്കുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്നത് എൻ പോയിന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. API എൻ പോയിന്റ് URL എന്ന് ഞാൻ മെൻഷൻ ചെയ്തു. അതിനുശേഷം ഈ ലൈൻ നമുക്ക് കോപ്പി ചെയ്ത ശേഷം ബാക്ക്ഗ്രൗണ്ടിലേക്ക് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഫയൽ സേവ് ചെയ്യാം. ഈ ഗിവൺ എന്നുള്ളത് നമുക്ക് മാറ്റി അത് സ്റ്റാർ ആക്കി മാറ്റാം. ക്രിയേറ്റയിൽ ഈ സ്റ്റാർ സിമ്പിൾ ഗിവൺ ആൻഡ് വെൻ ദെൻ എന്നുള്ള കീവേഡ്സിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ആ കാര്യം ഡോക്യുമെൻറ്റേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഈ സ്ക്രിപ്റ്റ് സ്ട്രക്ചർ എന്നുള്ള ആ സെക്ഷനിൽ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. In fact, Jerkin supports the catch-all symbol star instead of forcing you to use given when or then. This is perfect for those cases where it really doesn't make sense. For example, the background section when you use the def or set syntax. When eyeballing a test script, think of star as a bullet point. ഇതൊരു ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും സ്റ്റാർ യൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഡോക്യുമെൻറ്റേഷൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് one nice thing about the design of Gherkin syntax is that script steps are treated the same no matter whether they start with keyword given and when or then. What this means is that you are free to use whatever makes sense for you. You could even have all the steps starts with when and create won't care. അതായത് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആൻഡിന് പകരം ഗീവൻ കൊടുക്കാം, വെന്നിന് പകരം ഗീവൻ കൊടുക്കാം, തെന്നിന് പകരം ഗീവൻ കൊടുക്കാം. അങ്ങനെ കൊടുത്താലും ശരിയാണ്. ഫുൾ വെന്ന് കൊടുത്താലും ശരിയാണ്.
then കൊടുത്താലും ശരിയാണ്, ആൻഡ് കൊടുത്താലും ശരിയാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് കീവേഡ് അത് കറക്റ്റായിട്ട് വർക്കാവും. പിന്നെ നമ്മൾ റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളത് മാത്രം. അപ്പം സ്റ്റാർ എന്നുള്ളത് ഈ ഗിവണും ആൻഡും വെന്നും തെന്നും എല്ലാം ഈക്വലൻ്റ് ആണ്. അതൊരു ബുള്ളറ്റ് പോയിന്റ് പോലെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ ഈ സ്റ്റാർ സിമ്പിൾ പ്രിഫർ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഡോക്യുമെൻറ്റേഷനിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അല്ലാതെ ഗിവൺ URL പിന്നെ എൻഡ് പോയിന്റ് മെൻഷൻ ചെയ്തേക്കുന്ന ആ ലൈൻ നമുക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യാൻ വേണ്ടി ആ ലൈൻ സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ പിന്നെ / ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഈ ആൻഡ് എന്നുള്ളത് മാറ്റി അത് ഗിവൺ ആക്കുവാണ്. അതെന്തുകൊണ്ട് ഗിവൺ ആക്കിയെന്ന് വെച്ചാൽ റീഡബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഗിവൺ വെൻ തന്നെ ആ ഒരു ഫോർമാറ്റ് വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഫീച്ചർ ഫയലിലെ ഗിവൺ URL എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ലൈൻ എല്ലാ സിനേരിയയും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കമൻറ്റ് ചെയ്ത ശേഷം എല്ലാ സിനേരിയയുടെയും ആദ്യത്തെ കീവേഡ് ആൻഡ് ആയിരുന്നു, അത് മാറ്റി ഗിവൺ ആക്കിയിട്ടുണ്ട്. 5 സിനേരിയയിൽ ഈ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റിംഗ് ശരിയാക്കാം. അതിനുവേണ്ടി ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. പറ്റി ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl+Shift+F അടിച്ചാലും മതി. ഞാൻ പറ്റി ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പം ഫോർമാറ്റിംഗ് കറക്റ്റായി. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് സെർവർ നമ്മുടെ സെർവർ സ്റ്റാർട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന എൻഡ് പോയിന്റ് ഇതാണ്. ഇപ്പം നിലവിലുള്ള ഡേറ്റ നമുക്ക് നോക്കാം. ഈ ഒരു എൻഡ് പോയിന്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത ആ ഡേറ്റാസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻഡ് പോയിന്റ് ആക്സസ് ചെയ്യുന്നതിൽ എന്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതൊന്നുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. JSON-server സ്പേസ് --watch സ്പേസ് db.json അതാണ് സെർവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ്. സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ റിഫ്രഷ് ചെയ്യാം. ഓക്കെ, 21 റെക്കോർഡ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഹിറ്റ് ചെയ്ത റിക്വസ്റ്റുകളുടെ ഭാഗമായിട്ട് വന്നേക്കുന്ന റെക്കോർഡ്സാണ്. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. ഫീച്ചർ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ശേഷം റൺ ആസ് കുക്കുംബർ ഫീച്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, കൺസോളിൽ ഡീറ്റെയിൽസ് ലോഗ്സ് പ്രിൻറ്റ് ചെയ്യും. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ഈ റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫീച്ചർ ഫയൽ പാസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രീൻ ബോക്സ് 1 എന്നുള്ള കൗണ്ട് കാണിച്ചു. ഇനി ആ ഫീച്ചർ ഫയൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിനാരിയോസിൻ്റെ സെക്ഷനിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ 5 പാസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. 5 സിനാരിയോസ് ഉണ്ട്. മൊത്തം സമയം കൊടുത്തിട്ടുണ്ട്, എക്സിക്യൂഷൻ എടുത്ത സമയം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ സിനാരിയോയ്ക്കകത്തൊരു ബാക്ക്ഗ്രൗണ്ട് എന്നൊരു സെക്ഷൻ വന്നേക്കുന്നതാണ്. അതിൻ്റെ അകത്ത് എന്താണ് മെൻഷൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് വന്നിട്ടുണ്ട്, സ്റ്റാർ URL. അപ്പം ആദ്യമേ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഭാഗം റണ്ണായി. അതുകൊണ്ടാണ് എല്ലാ സിനേരിയസിനകത്തും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള സെക്ഷൻ വന്നിട്ടുണ്ട്. അത് കോമൺ ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള സെക്ഷൻ എഴുതിയാക്കുന്ന കാര്യം എല്ലാ സിനേരിയസിനകത്തും വരും.
അപ്പം ആദ്യമേ URL ഹിറ്റ് ആയതിനു ശേഷം സബ്സിക്വൻറ്റ് കീവേഡ്സ് ഒക്കെ എക്സിക്യൂട്ട് ആകും. ഇവിടെ നമ്മൾ ഈ മെത്തേഡ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റ് ചെയ്താക്കുന്ന എൻഡ് പോയിന്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ URL പാസ് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് കീവേഡിലാണ്, പക്ഷെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കീവേഡ് സെക്ഷൻ യൂസ് ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നത്. ഇതുപോലെ വേരിയബിൾസും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെക്ഷനകത്ത് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് ഗ്ലോബലായിട്ട് ബാക്കി സിനാരിയോസ് റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ എൻഡ് പോയിന്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രീവിയസ്ലി പുതിയ ഡേറ്റാസ് ആഡ് ആയി വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ 21 ആയിരുന്നു ഈ പേജ് റിഫ്രഷ് ചെയ്യുന്നതിന് മുമ്പുള്ള റെക്കോർഡ്. ഇപ്പം 25 ആയിട്ടുണ്ട്. 5th ഏറ്റവും അവസാനത്തെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്. അപ്പോൾ അത് ക്രിയേറ്റ് ആവുമെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ആകും. അപ്പം മൊത്തത്തിൽ 4 റെക്കോർഡ്സേ ഓരോ എക്സിക്യൂഷനും ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കീവേഡ് എൻ്റെ പ്രാക്ടിക്കൽ യൂസേജ് മനസ്സിലാകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വേരിയബിൾസ് ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ പരമാവധി സ്റ്റാർ സിമ്പൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡോക്യുമെൻറ്റേഷൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡോക്യുമെൻറ്റേഷൻ പരമാവധി ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.